കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട്. കണവ ഇവിടെ കണവയെന്നൊക്കെ പറയും, കൂന്തൽ, അങ്ങനെ പല പേരിലൊക്കെ പറയും. നമ്മളിവിടെ കണവയെന്നാണ് പറയുന്നത്. അപ്പം കുറച്ച് കണവ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ഇപ്പോൾ റൗണ്ടിലാണ് അരിഞ്ഞേക്കുന്നത്. റൗണ്ടിലെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന കണവ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യമായ ഉള്ളി വഴറ്റിയെടുക്കാനായിട്ട് നോക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ടതിന് ശേഷം അതിലേക്ക് സവാള ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു 3-4 സവാള നീളത്തിൽ അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും അതേ സാധനങ്ങളും കൂടെ ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരണം. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. വീണ്ടും അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് സ്വല്പം കുരുമുളക് പൊടി, അതേപോലെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തോണം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കണവ ഇട്ട് കൊടുക്കാം. ഈ കണവ നമ്മൾ ഒന്ന് വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കാരണം അന്നേരം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്ത കണവ ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ മസാലയെല്ലാം ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ വെന്തതായതുകൊണ്ട് ഒരുപാട് വേവ് വേണ്ടി വരത്തില്ല. ഈ മസാല ഒന്ന് പിടിക്കുന്നത് മാത്രമുള്ള താമസമേ ഉള്ളൂ. അങ്ങനെ സെപ്പറേറ്റ് വേറെ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പണി കഴിയാം. ഒരുപാട് സമയം നിൽക്കേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേഗം വെക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയാവുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ സെപ്പറേറ്റ് വേവിച്ചത് കൊണ്ട് ഒന്നും കൂടെ എളുപ്പമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ വിജയിപ്പിക്കണം. നന്ദി.